ഒരു വയനാട്ടുകാരനായതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വയനാട് ചുരത്തിൽ ഇപ്പോൾ അതിന് താങ്ങാവുന്നതിലും അപ്പുറം വാഹന പെരുപ്പം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും 2-3 മണിക്കൂർ നേരത്തെ ഇറങ്ങിയാൽ പോലും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയാതെ ചുരത്തിൽ കുടുങ്ങുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പലരും പല രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്, പ്രത്യേകിച്ച് രോഗികളടക്കം. ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയായി വയനാട്ടുകാർ മാറിയിട്ട് കാലം കുറേയായി. അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് വളരെ ആഹ്ലാദവും ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കിയ സ്വപ്ന പദ്ധതിയാണ് കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത എന്ന് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ചുരത്തിലെ യാത്രാക്ലേശവും അതുപോലെ സമയലാഭവും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. എന്നാൽ പരിസ്ഥിതിവാദികളും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രകൃതി സംരക്ഷണ സമിതിയും എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ പദ്ധതി നിർത്തലാക്കാൻ വേണ്ടി. ഹൈക്കോടതി ആ ഹർജി നേരെ ചവറ്റുകൊട്ടയിലിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ അവർ നേരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തീർച്ചയായും പ്രകൃതി സംരക്ഷിക്കേണ്ടത് തന്നെയാണ്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ വയനാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ ചുരത്തിൽ കുടുങ്ങിക്കിടക്കാതെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നവർക്ക് ഈ ചുരവും അതുപോലെ തുരങ്കപാതയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിനിങ്ങനെ തുരങ്കം വയ്ക്കുന്ന പ്രകൃതിവാദികളോട് പരമപുച്ഛമാണ്. കാരണം അത്രമാത്രം അനുഭവിച്ച ഒരു ജനതയാണ് ഈ വയനാട്ടിലെ ആളുകൾ എന്ന് പറയുന്നത്. നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടി ഇവിടുന്ന് ചുരമിറങ്ങേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ തുരങ്കപാത എന്നത് മനുഷ്യജീവനോളം തന്നെ വിലയുള്ള ഒരു സ്വപ്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുമേലെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കപട പരിസ്ഥിതിവാദം വയനാട്ടുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു ഹോസ്പിറ്റൽ ഈ ജില്ലയിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ എന്ന ഒരു മറുചോദ്യം പ്രകൃതിവാദികൾക്കുണ്ട്. ഇതുവരെ ഒരു മെഡിക്കൽ കോളേജ് പോലും പണിയാൻ കഴിഞ്ഞില്ല എന്നത് ഇടതായാലും വലതായാലും വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. വികസനങ്ങളിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഈ ജില്ലയ്ക്ക് തുരങ്കപാത ഇനി വലിയൊരു പ്രതീക്ഷയാണ്. അതിന് മുടക്കം വരുത്തുന്ന ഒന്നും ഈ ജനത അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചെറിയ പ്രതിഷേധങ്ങൾക്കപ്പുറത്ത് വലിയ വലിയ പ്രതിഷേധങ്ങൾ ആളിക്കത്തും എന്നത് വയനാടിൻ്റെ ഉറപ്പാണ്. ഒരു സൂചനാ സമരം നടത്തിയ എല്ലാ പോരാളികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ.